ഇതെൻ്റെ സാരിയിൽ നിന്നല്ലേ? ഞാൻ പറയാറില്ല, എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട കളക്ഷൻസാണ് ഞാൻ സാരി എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ ഒരു പേജിൽ കാണിക്കാറ്. എൻ്റെ പേഴ്സണൽ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ അതിലാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അതും ഓർഗൻസ മെറ്റീരിയൽ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ക്ലാസി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഓർഗൻസ. ഇത് വിസ്കസ് ഓർഗൻസയാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഈ ഒരു സ്കെലോപ്പ് വന്നിട്ടുള്ളൊരു ഫാബ്രിക് അല്ല സോറി സാരി. ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ എൻഡ് ഫുൾ സൈഡ് വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ ഒരു വർക്ക് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അതും നല്ല ഓർഗൻസ ഇതിൽ. അപ്പം നമ്മളിത് എങ്ങനെ ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ ഇത് ആക്ച്വൽ ഇതിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്ന ഫോം എന്ന് പറഞ്ഞാൽ വൈറ്റ് ആയിരിക്കും. ഇതാണ് വരിക. കണ്ടോ, ഇതാണ് സാരി വരുന്നത്. ഓൾ ഓവർ നമുക്ക് ഈ ഒരു പാറ്റേൺ തന്നെയുള്ളൂ. ഇത് ഇങ്ങനെയാണ് അതിൻ്റെ മുന്താണി വരിക. ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇതാണ് വരിക. സാരി ഇത്. ബ്ലൗസ് നമുക്ക് വരുന്നത് നമുക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള 1 മീറ്റർ അളവിൽ വന്ന ഒരു ബ്ലൗസ് പീസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് ബ്ലൗസ് പീസ് വരാം. അപ്പോൾ ഇത് ഞാനിതിന് എക്സ്ട്രാ ചെയ്തതേ ഉള്ളൂ. കാരണം എനിക്ക് കുറച്ചും കൂടി ഒരു ഗ്രാൻഡ് ആക്കാം. നമ്മുടെ കയ്യിൽ എന്ത് കിട്ടിയാലും നമുക്കത് സംഭവമാക്കണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സാരിക്ക് കുറച്ചും കൂടി, ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ബ്ലൗസ് എന്ന് പറയുന്നത്. ഇതാണ് വരെ നല്ല രസമാണ്. ഇത് ശരിക്കും നിങ്ങൾക്ക് സ്ലീവ്ലെസ് ഒക്കെ ആയിട്ട് തയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. കാരണം സ്ലീവിൻ്റെ എൻഡിലൊക്കെ ഈ ഒരു പോർഷൻ വെച്ചോ അല്ലെങ്കിൽ ഇതിനിങ്ങനെ വീനൊക്കെ ആക്കിയോ ഒക്കെ ചെയ്യാവുന്ന നല്ല ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. 1 മീറ്ററാണ് ഫാബ്രിക് വരുന്നത്. ഇത് നമുക്ക് ഈ ഒരു ഫോമിൽ ഞാൻ ചെയ്തെടുത്തതാണ് ഈ ഒരു ബ്ലൗസ് കേട്ടോ. അതെൻ്റെ പേഴ്സണൽ ബ്ലൗസ്. അപ്പോൾ ഞാൻ ഈ ഒരു കളർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഇതിലേക്ക് ഡൈ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ സാരി വൈറ്റ് ആയിട്ടാണ് കിട്ടുക. അതായത് ഡയബിൾ ഫോമിൽ നിങ്ങൾക്ക് എനി കളർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒക്കേഷൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വൈറ്റ് ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ ബാപ്റ്റിസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വൈറ്റ് ആയിട്ട് കൊടുത്ത് അതിന് ശേഷം നിങ്ങളുടെ ഒരു പേർപ്പസിലേക്ക് പ്രത്യേകിച്ച് ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ചെയ്ത് ഭയങ്കര രസമായിരിക്കും. ലൈറ്റ് പേസ്റ്റുള്ളതാണ് എൻ്റെ എപ്പോഴും ഓർഗൻസയിൽ കുറച്ചുകൂടി ഭംഗി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഡാർക്കിനേക്കാളും. അപ്പോൾ ഏറ്റവും രസമായിട്ട് അത് പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. പ്രത്യേകിച്ച് നല്ല രസമായിട്ട് അതിനെ ആക്സസറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി കിടുവായിരിക്കും. ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അടിപൊളിയല്ലേ? കാണാനും നല്ല സംഭവമല്ലേ? ഇതെല്ലാം രസമല്ലേ കാണാൻ? കാരണം നമ്മുടെ ഒരു ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് കൂളായിട്ട് നല്ല, അതായത് വെയിറ്റും കുറവാണ്, ഉടുക്കാൻ നല്ല സുഖമാണ്. ഞാൻ പറയാമല്ലോ, എൻ്റെ ഒരു ഹാൻഡ് പിക്ഡ് ആകുമ്പോൾ എല്ലാം ഞാൻ ആ ഒരു കാറ്റഗറി നോക്കാറുണ്ട്. മാക്സിമം കംഫർട്ട് എന്ന് പറയുന്നത് ഒരു 90-95% ഞാൻ നോക്കിയിട്ടാണ് ചെയ്തത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് തന്നെ വൈറ്റും പിന്നെ കളേഴ്സായിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് യൂസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ലിമിറ്റഡ് പീസസ് ആണ്, റെഡി സ്റ്റോക്ക് ആണ്. ഓക്കെ, താങ്ക്